അവിടെയാണ് നമ്മുടെ ഒരു ദുരവസ്ഥ ഉള്ളത്. അപ്പോൾ വർണ്ണം എന്താന്ന് പോലും അറിയാതെയാണ് വർണ്ണവ്യവസ്ഥയൊക്കെ നമ്മൾ പലപ്പോഴും നിന്ദിക്കുക. വാസ്തവത്തിൽ വളരെ ശാസ്ത്രീയമായ സത്വ രജ സ്തമോ ഗുണഭേദങ്ങളുടെ വ്യത്യസ്ത അനുപാതത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചുള്ള വിഭജനമാണ് വർണ്ണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, അത് ഉണ്ടെന്നാണ് ഓർമ്മ. ഉണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗങ്ങൾ. അത് ഗുണഭേദത്തിനനുസരിച്ച് സ്വാഭാവികമായി കർമ്മചോദന നമുക്ക് വരും. അവ രണ്ടിനും അനുസരിച്ചാണ് വർണ്ണനിശ്ചയം. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ്. ഇവിടെ സിദ്ധാന്തമാണെന്ന് പറയുമ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട്. സിദ്ധാന്തം എന്നുള്ള രീതിയിൽ അത് 100% ശരിയാണ്, അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ സ്വാമി സത്യം പറയൂ, എപ്പോഴെങ്കിലും ഇങ്ങനെ പുലർന്നിട്ടുണ്ടോ നമ്മുടെ സമൂഹത്തിൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അതൊരു സിദ്ധാന്തമാണ്. കമ്മ്യൂണിസം പോലെ. കമ്മ്യൂണിസം നല്ല സിദ്ധാന്തമാണ്, ഒന്നാന്തരം ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. പക്ഷെ എവിടെയെങ്കിലും കമ്മ്യൂണിസം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ മറുപടി, സത്യസന്ധമായിട്ട്. അതുപോലെ തന്നെയായി വർണ്ണം നല്ലൊരു സിദ്ധാന്തമാണ്. പക്ഷെ എവിടെയെങ്കിലും നടപ്പിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ എവിടെയില്ല. കാരണം നമുക്കറിയുന്ന ഗ്രന്ഥങ്ങൾ വരെ നോക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന സമൂഹ വ്യവസ്ഥയിൽ ഒരു തരം ജാതി എന്ന പോലെ ആയി തീർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം സിദ്ധാന്തപരമായി ഉത്കൃഷ്ടമാണെങ്കിലും പ്രയോഗത്തിൽ എപ്പോഴെങ്കിലും ഈ വർണ്ണവ്യവസ്ഥ നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സത്യസന്ധമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്നാണ് എന്നെ സംബന്ധിച്ച് മറുപടി. എന്ന് മാത്രമല്ല, മനുഷ്യൻ സ്വാർത്ഥഭാവനയോടുകൂടി കഴിയുന്ന കാലത്തോളം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതും വിഷമം തന്നെയാണ്. അപ്പം ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ്റെ മകൻ ക്ഷത്രിയൻ, വൈശ്യൻ്റെ മകൻ വൈശ്യൻ, ശൂദ്രൻ്റെ മകൻ ശൂദ്രൻ എന്നുള്ള രീതിയിൽ ജനീയുടെ അടിസ്ഥാനത്തിലേക്ക് മാറുന്ന ഒരു വസ്തുതയാണ് ഉണ്ടായത്. ചിന്തിക്കുക. എങ്കിലും സിദ്ധാന്തത്തിന് യാതൊരു ന്യൂനതയുമില്ല. അതുകൊണ്ട് നമ്മളെന്താ വേണ്ടത് വെച്ചാൽ, നമ്മൾ വേണ്ടത് മറ്റുള്ളവരോ ലോകം മുഴുവനുമോ ഏത് വഴിക്ക് പോകുന്നോ ആ വഴിക്ക് പോകാൻ നമുക്ക് ബാധ്യതയില്ല. ഒഴുക്കിൽപ്പെട്ടവരാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം. അത് നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല. ഒഴുക്കിൽപ്പെട്ടവരാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മളെ നാട്ടിൽ പറയാറുണ്ട്, ഈ ചേരയെ തിന്നണ നാട്ടിൽ പോയാൽ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എനിക്ക് യോജിപ്പില്ല, എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അവനവന് ചേരയെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിച്ചോളൂ, അതിന് വിരോധമില്ല. ഒരാൾക്ക് ചേരയെ മുറിച്ച് വേവിച്ച് കഴിക്കണം, അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കണം, ചായക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചേരയെ തിന്നണ നാട്ടിൽ പോയാൽ നമ്മൾ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു മനോഭാവം ശരിയല്ല, വ്യക്തിത്വമില്ലായ്മയാണ്. മറിച്ച് അവിടെ പറയാൻ കഴിയണം, സഹോദര അല്ലെങ്കിൽ സഹോദരി നിങ്ങൾ കഴിച്ചോളൂ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല, നമുക്ക് അടുത്തടുത്തിരുന്ന് കഴിക്കാം, നമുക്കൊരു മേശേൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് കഴിക്കാം, എനിക്കൊരു വിരോധമില്ല. പക്ഷെ ഞാൻ കഴിക്കില്ല, അതിന് കഴിക്കുന്നത് എൻ്റെ സംസ്കാരമല്ല, എൻ്റെ ശീലമല്ല എന്ന് പറയാൻ കഴിവുള്ളിടത്താണ് വ്യക്തിത്വം. ഇംഗ്ലീഷിൽ 2 വാക്കില്ലേ, ഇൻഡിവിജ്വാലിറ്റി എന്നും പേഴ്സണാലിറ്റി എന്നും. ഇപ്പോൾ പൊതുവെ പേഴ്സണാലിറ്റിയുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. പേഴ്സോണ എന്ന് പറഞ്ഞാൽ മുഖംമൂടി എന്ന അർത്ഥം, വേറെന്താ? വേറെ വല്ല അർത്ഥം ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം. പേഴ്സോണ മുഖംമൂടിയാണ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് ഇഷ്ടമുള്ള മുഖംമൂടി ധരിക്കാനുള്ള കഴിവാണ് പേഴ്സണാലിറ്റി. അതല്ല നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നതെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിയാണ് നമുക്ക് വേണ്ടത്.
നമ്മുടെ വ്യക്തിത്വം എവിടെ ചെന്നാലും വേണം. അത് മുഖംമൂടിയല്ല. എവിടെ ചെന്നാൽ അവനെന്ത് വിചാരിക്കുക, അവളെന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് മാറ്റിയോ തിരിച്ചോ മറിച്ചോ പറയാനില്ല. നമുക്കൊരാദർശം, ഒരാശയം, അതിൽ മുന്നോട്ട് പോവുക. ആ രീതിയിൽ നോക്കിക്കണ്ടാൽ നിസ്സംശയം പറയാം, ലോകത്തിൽ ഏത് സമൂഹങ്ങളിൽ പോയി ഇടപഴകിയാലും നമുക്ക് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെ തിരിച്ചറിയാൻ കഴിയും. ഒരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, യഹൂദനായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കറിയാത്ത ഏതെങ്കിലും വിഭാഗമായിക്കൊള്ളട്ടെ, ആഫ്രിക്ക ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവിടെ എല്ലാം പോയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സത്വഗുണശാലികളായ, അറിയാൻ കഴിവോടൊത്ത, അറിഞ്ഞതിനെ അറിയിക്കാൻ കഴിവോടൊത്ത, ശാന്ത സ്വഭാവത്തോടു കൂടിയ, നേരെ വാ നേരെ പോകുന്നുള്ള ഋജുത്വത്തോടു കൂടിയ വ്യക്തികളെ കാണാൻ നമുക്ക് കഴിയും. അവരെ നമുക്ക് ബ്രാഹ്മണരായിട്ട് മനസ്സിലാക്കാം. നല്ല നിയാമക ശക്തിയുള്ള, നിയന്ത്രിക്കാൻ കഴിവോടൊത്ത, നല്ല കർമ്മശേഷിയുള്ള, അതേസമയത്ത് വൈകാരികതകൾ കൂടിയ, രജോ ഗുണപ്രധാനികളെ കാണാൻ പറ്റും. ഒരു ക്ഷത്രിയരാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നല്ല കച്ചവടക്കാർ, നല്ല കൃഷിക്കാർ, നല്ല വ്യാപാരികൾ, നല്ല കൗശലമുള്ളവർ നമുക്ക് കാണാൻ പറ്റും. അവരെ വൈശ്യരെന്ന് മനസ്സിലാക്കണം. സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും മറ്റൊരാളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗത്തെ കാണാൻ കഴിയും. അതാണ് ശൂദ്ര വിഭാഗം. ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും അധികം ഉണ്ടാവുക ശൂദ്ര വിഭാഗമാണ്. 90% ഉണ്ടാവുക ശൂദ്രന്മാരാണ്. പലപ്പോഴും നമ്മൾ വലിയ ഓഫീസർമാരായിരിക്കാം, പക്ഷേ അവർ മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് ഭംഗിയായി ചെയ്യുന്നുവെങ്കിൽ ശൂദ്ര ലക്ഷണം തന്നെയാണുള്ളത്. മനസ്സിലാക്കുക. ഇങ്ങനെ വർണ്ണഭേദം ഉള്ളതാണ്.